കേരളത്തിലും പുറത്തും സുപരിചിതമായ ഒരു ബ്രാൻഡ്. അരി മുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ ഫുഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന കമ്പനി. ഒരു ഫാമിലി സംരംഭത്തിൽ തുടങ്ങി ഒരു വലിയ കമ്പനിയായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത് നിറബറ കമ്പനിയെക്കുറിച്ചാണ്. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1976 കാലടിക്ക് സമീപം ഒക്കലിൽ കെ കർണൻ ഒരു ചെറുകിട അരിമില്ലായി KKR മിൽസ് സ്ഥാപിച്ചത്. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന നിറബറ എന്ന ബ്രാൻഡ് ഉത്ഭവിച്ചത്. അരി കേരളത്തിന്റെ സ്റ്റേപ്പിൾ ഫുഡാണല്ലോ. ചോറില്ലാതെ ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയാത്ത മലയാളികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള അരി നൽകുക എന്നതായിരുന്നു കർണന്റെ പ്രധാന ലക്ഷ്യം. ബിസിനസ്സിനോടുള്ള അഭിനിവേശവും ഉയർന്ന ഗുണനിലവാരത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് ഒടുവിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്രാൻഡായി മാറുന്നതിന് അടിത്തറ പാകി. നിറബറ എന്ന പേരിന് കേരളത്തിന്റെ സംസ്കാരവുമായി ശക്തമായ ബന്ധമുണ്ട്. പറ നിറയെ നെല്ല് നിറച്ച് എന്നർത്ഥം വരുന്ന ഈ പേര് സമ്പത്തിനെയും സമൃദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിൽ ബ്രാൻഡ് പ്രതിജ്ഞാബദ്ധമാണ്. സംസ്കാരവുമായുള്ള അതിന്റെ ശക്തമായ ബന്ധവും അതിന്റെ വിജയത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഈ സംയോജനം അതിനെ വേഗത്തിൽ ജനപ്രിയമാക്കാൻ സഹായിച്ചു. തൽഫലമായി അത് ഉപഭോക്താക്കളുടെ വിശ്വാസം നേടി. വർഷങ്ങളായി അരി സംസ്കരണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് KKR മിൽസ് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. ഈ നവീകരണം നിറബറയെ അവരുടെ ഉൽപ്പന്നങ്ങൾ മികച്ചതും കൂടുതൽ വിശ്വസനീയവുമാക്കാൻ സഹായിച്ചു. വിപണിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനും ഇത് അവരെ അനുവദിച്ചു. അരിപ്പൊടികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അച്ചാറുകൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുത്തി കമ്പനി അതിന്റെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിച്ചു. ഇത് നിറബറയെ ഒരു സമ്പൂർണ്ണ ഭക്ഷണ ബ്രാൻഡാക്കി മാറ്റുന്നു. കോമ്പറ്റീറ്റീവ് ഫുഡ് മാർക്കറ്റിൽ നിറബറയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ഈ വളർച്ച അനിവാര്യമായിരുന്നു. കേരളത്തിനപ്പുറത്തേക്ക് ബ്രാൻഡിന്റെ ജനപ്രീതി വ്യാപിച്ചു. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും അന്താരാഷ്ട്ര വിപണികളിലേക്കും നിറബറയുടെ പ്രസൻസ് എത്തി. GCC രാജ്യങ്ങൾ, UK, US, കാനഡ തുടങ്ങി ഗണ്യമായ മലയാളി ജനസംഖ്യയുള്ള നാടുകളിലെല്ലാം നിറബറ എത്തിയിരുന്നു. KKR ബ്രാൻഡിന്റെയും നിറബറ ബ്രാൻഡിന്റെയും ആദ്യകാല വികസനത്തിലും നേട്ടങ്ങളിലും KK കർണൻ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഒരു ചെറിയ അരിമില്ലിനെ വലിയ തോതിലുള്ള ഭക്ഷ്യ സംസ്കരണ സംരംഭമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വവും ബിസിനസ് മിടുക്കും നിർണായക പങ്കുവഹിച്ചു. കമ്പനി വികസിച്ചതോടെ അദ്ദേഹത്തിന്റെ മകൻ ബിജു കർണൻ വലിയ പങ്കുവഹിക്കാൻ തുടങ്ങി. KKR ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനായി ബിജു കർണൻ ചുമതലയേറ്റു. നിറബറ ബ്രാൻഡിന്റെ പ്രതിച്ഛായ മാറ്റിമറിച്ചതിനും വ്യത്യസ്ത തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലേക്ക് അതിന്റെ വ്യാപനത്തിന് നേതൃത്വം നൽകിയതിനും അദ്ദേഹം പേരുകേട്ടു. കമ്പനിയുടെ മാർക്കറ്റിംഗ് ശ്രമങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. വിപണിയിൽ നിറബറയുടെ വിസിബിലിറ്റിയും ആകർഷണീയതയും വർദ്ധിപ്പിക്കുന്നതിന് ബ്രാൻഡ് അംബാസഡറായി മോഹൻലാലിനെ പോലുള്ള പ്രശസ്തരുമായി പ്രവർത്തിക്കുകയും ചെയ്തു. ബിജു കർണന്റെ നേതൃത്വത്തിൽ കമ്പനി വലിയ വളർച്ച ലക്ഷ്യമിട്ട് ഇന്ത്യയിലും അന്തർദേശീയവുമായും വികസിക്കാൻ തുടങ്ങി. ഉപഭോക്താക്കളുമായി കൂടുതൽ ഫലപ്രദമായി ബന്ധപ്പെടുന്നതിനായി അവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കും കൊമേഴ്സുകളിലേക്കും കടന്നു. നിറബറയുടെയും അതിലെ പ്രധാന വ്യക്തികളുടെയും യാത്രയിൽ നിരവധി ബുദ്ധിമുട്ടുകളും വിവാദങ്ങളും നേരിടേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും നീണ്ടുനിന്നതുമായ പ്രശ്നങ്ങളിലൊന്ന് നിറബറ ട്രേഡ് മാർക്കിനെ ചൊല്ലിയുള്ള നിയമപരമായ തർക്കമായിരുന്നു. KK കർണനും ഭാര്യ അമ്മിണി കർണനും നടത്തുന്ന KKR മോഡേൺ റൈസ് മിൽസും നിറബറ റോളർ ഫ്ലോർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിയും തമ്മിലായിരുന്നു പ്രധാനമായും പോരാട്ടം. രണ്ടാമത്തെ കമ്പനിയും നിറബറ എന്ന പേര് ഉപയോഗിച്ചിരുന്നു, പ്രത്യേകിച്ച് അവരുടെ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക്. കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തർക്കങ്ങൾ 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്നു. നിറബറ ബ്രാൻഡ് പേരും ലോഗോയും ഉപയോഗിക്കാനുള്ള ആദ്യ അവകാശം ആർക്കായിരുന്നു എന്നതായിരുന്നു ഈ ട്രേഡ് മാർക്ക് കേസിലെ പ്രധാന പ്രശ്നം. KKR മിൽസിന്റെയും SN റൈസ് മിൽസിന്റെയും ഉടമകളിൽ ഒരാളായ അമ്മിണി കർണൻ അവകാശപ്പെട്ടത് 1970കളുടെ അവസാനവും 1980കളുടെ തുടക്കവും മുതൽ തന്റെ ബിസിനസ്സുകൾ അരിക്കും അരി ഉൽപ്പന്നങ്ങൾക്കും നിറബറ എന്ന ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മുമ്പ് സൗത്ത് കേരള ഫുഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന നിറബറ റോളർ ഫ്ലോർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് KKR ഗ്രൂപ്പ് സ്ഥാപിച്ച നല്ല പ്രശസ്തിയും വിശ്വാസവും പ്രയോജനപ്പെടുത്തുന്നതിനായി തങ്ങളുടേതുമായി അടുത്ത സാമ്യമുള്ള ഒരു പേരും ട്രേഡ് മാർക്കും തിരഞ്ഞെടുത്തുവെന്ന് അവർ വാദിച്ചു. മറുവശത്ത് നിറബറ റോളർ ഫ്ലോർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് 1990 മുതൽ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്ക് ഈ വ്യാപാര മുദ്ര ഉപയോഗിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുകയും ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനായി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ കേസ് സങ്കീർണമായിരുന്നു. ട്രേഡ് മാർക്ക് നിയമങ്ങൾ, ട്രേഡ് മാർക്ക് മുമ്പ് കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു, കൈമാറ്റം ചെയ്യപ്പെട്ടു, ഉപഭോക്താക്കൾ ആശയക്കുഴപ്പത്തിലാകുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായി. കേസ് പല ഘട്ടങ്ങളിലായി പല കോടതികളിൽ പോയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഈ തർക്കം സുപ്രീം കോടതി വരെ എത്തി. എന്നാൽ 2016 ഇരു കക്ഷികളും ഒത്തുതീർപ്പിലെത്തി. സുപ്രീം കോടതി മേൽനോട്ടം വഹിച്ച ഈ കരാർ പ്രകാരം ഗോതമ്പിനും മൈദ, തവിട് അടരുകൾ, കോഴിത്തീറ്റ തുടങ്ങിയ ഗോതമ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും നിറബറ എന്ന പേര് ഉപയോഗിക്കാനുള്ള ഏക അവകാശം നിറബറ റോളർ ഫ്ലോർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകി.
അരി ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ, കറിപ്പൊടികൾ, അച്ചാറുകൾ എന്നിവയ്ക്ക് നിറപറ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള പ്രത്യേക അവകാശം അമ്മണി കർണനും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളായ KKR മോഡേൺ റൈസ് മിൽസ് ഉൾപ്പെടെയുള്ളതിന് ലഭിച്ചു. ഈ കരാർ ഒരു നീണ്ട നിയമ പോരാട്ടത്തിന് വിരാമമിട്ടു. നിറപറ എന്ന് അറിയപ്പെടുന്ന ബ്രാൻഡ് നെയിം ഓരോ കക്ഷിക്കും ഉപയോഗിക്കാവുന്ന ഉൽപ്പന്ന തരങ്ങൾ വ്യക്തമായി ക്ലാസിഫൈ ചെയ്തു. ഒത്തുതീർപ്പിലൂടെ കാര്യങ്ങൾ വ്യക്തമായെങ്കിലും നീണ്ടുനിന്ന നിയമ പോരാട്ടം ഉയർന്ന സാമ്പത്തിക ചെലവുകളിലേക്ക് നയിച്ചു. കൂടാതെ ബ്രാൻഡിനെ അതിന്റെ പ്രധാന ബിസിനസ് ലക്ഷ്യങ്ങളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നുമുള്ള ശ്രദ്ധ ചെറുതായെങ്കിലും മാറ്റാൻ കാരണമായി. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സായി ബന്ധപ്പെട്ട ഒരു വിവാദവും നേരിടേണ്ടി വന്നിരുന്നു. 2015 സെപ്റ്റംബറിൽ നിറപറയുടെ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി എന്നിവയുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയ്ക്ക് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ നിരോധനം ഏർപ്പെടുത്തി. കാരണം അതിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. ഈ നീക്കം നിറപറയുടെ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ പരിശുദ്ധിയെയും ഗുണനിലവാരത്തെയും കുറിച്ച് ഉപഭോക്താക്കളിൽ ആശങ്കകൾ ഉയർത്തി. മായം ചേർക്കൽ ആരോപണങ്ങൾ ഒരു ഫുഡ് ബ്രാൻഡിന്റെ പ്രശസ്തിയെ സാരമായി ബാധിക്കും. ഈ നേടിയ പ്രശസ്തി അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയെയും ഗുണനിലവാരത്തെയും കുറിച്ചുള്ള ഉപഭോക്തൃ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. KKR ഗ്രൂപ്പ് നിരോധനത്തെ ചോദ്യം ചെയ്തു. കേസ് കേരള ഹൈക്കോടതിയിലെത്തി. 2015 ഒക്ടോബറിൽ ഹൈക്കോടതി നിരോധനം റദ്ദാക്കി. സ്റ്റാർച്ച് കണ്ടെത്തിയെങ്കിലും സാമ്പിളുകളിൽ മനുഷ്യ ഉപഭോഗത്തിന് ഹാനികരമല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോടതിയുടെ ഇടപെടൽ നിറപറയ്ക്ക് സുഗന്ധവ്യഞ്ജന പൊടികളുടെ നിർമ്മാണവും വിൽപ്പനയും പുനരാരംഭിക്കാൻ അനുവദിച്ചു. നിരോധനം പിൻവലിച്ചപ്പോൾ ഈ സംഭവം ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നു. കൂടാതെ നിറപറയുടെ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളിലുള്ള ഉപഭോക്തൃ ആത്മവിശ്വാസത്തെ താൽക്കാലികമായി ബാധിച്ചിരുന്നു. തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും സുരക്ഷയിലും ഉപഭോക്താക്കൾക്ക് ആത്മവിശ്വാസം പകരാൻ കമ്പനി കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നു. KKR ഗ്രൂപ്പും അതിന്റെ പ്രധാന വ്യക്തികളും നേരിട്ട വെല്ലുവിളികൾക്ക് പുറമെ 2019 ബിജു കർണൻ ഉൾപ്പെട്ട ഒരു വ്യക്തിപരമായ നിയമപ്രശ്നവും ഉണ്ടായിരുന്നു. ബലാത്സംഗം, പിടിച്ചുപറി എന്നീ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ഇത് ഹണി ട്രാപ്പ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കോടതിയിൽ ബിജു കർണൻ സമർപ്പിച്ച വിവരമനുസരിച്ച് താൻ ഒരു എക്സ്റ്റോർഷൻ റാക്കറ്റിന്റെ ഇരയായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു സ്ത്രീ ഒരു വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നിൽ നിന്ന് വലിയൊരു തുക തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ബിജു കർണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിച്ചുപറിയിലും ഇമ്മോറൽ ട്രാഫിക്കിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘം പിടിയിലായി. ആരോപണങ്ങൾ വ്യാജമാണെന്നും തന്നിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അവകാശപ്പെട്ട് ബിജു കർണൻ തനിക്കെതിരായ കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചു. തട്ടിപ്പ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും സജീവമാണെന്നും ചില അറസ്റ്റുകളിൽ കലാശിച്ചതായും കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. വ്യക്തിപരമായ നിയമപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ബിസിനസ് നേതാക്കൾക്ക് പലപ്പോഴും ധാരാളം മീഡിയ കവറേജ് ഉണ്ടാകും. അത് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇതൊരു സ്വകാര്യ നിയമപ്രശ്നമായിരുന്നിട്ടും KKR ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനും നിറപറ ബ്രാൻഡിന്റെ പബ്ലിക് ഫേസ് എന്ന നിലയിൽ ബിജു കർണന്റെ പങ്ക് ആളുകൾക്ക് ഇതിനെ കമ്പനിയുമായി ബന്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ട്രേഡ് മാർക്ക് ഡിസ്പ്യൂട്ട്, സ്പൈസസ് അഡൾട്രേഷൻ, ബിജു കർണൻ ഉൾപ്പെട്ട വ്യക്തിപരമായ നിയമപ്രശ്നം എന്നീ വെല്ലുവിളികൾക്കിടയിലും KKR ഗ്രൂപ്പ് അതിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ തുടർന്നു. എന്നാൽ ഈ സംഭവങ്ങൾ കമ്പനിയുടെ റിസോഴ്സസ്, മാനേജ്മെന്റ് ഫോക്കസ്, പൊതുപ്രതിച്ഛായ എന്നിവയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഒരു വലിയ ഫുഡ് ബിസിനസ് നടത്തുന്നതിന് ഉയർന്ന മൂലധനം, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, ശക്തമായ ബ്രാൻഡ് മാനേജ്മെന്റ് എന്നിവ ആവശ്യമാണ്. നിയമ പോരാട്ടങ്ങളും വിവാദങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ഈ മേഖലകളെ സാരമായി ബാധിക്കും. 2022 ഡിസംബറിൽ വിപ്രോ എന്റർപ്രൈസസിന്റെ ഭാഗമായ വിപ്രോ കൺസ്യൂമർ കെയർ ആൻഡ് ലൈറ്റിംഗ് KKR ഗ്രൂപ്പിൽ നിന്ന് നിറപറ ബ്രാൻഡ് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചതോടെ നിറപറ ബ്രാൻഡിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസമായി. ഈ ഏറ്റെടുക്കൽ നിറപറയ്ക്ക് ഒരു പ്രധാന വഴിത്തിരിവായി. അതിനെ ഒരു വലിയതും വൈവിധ്യപൂർണവുമായ കമ്പനിയുടെ കുടക്കീഴിൽ കൊണ്ടുവന്നു. പാക്കേജ്ഡ് ഫുഡ് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഏറ്റെടുക്കലെന്നും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും റെഡി ടു കുക്ക് വിഭാഗത്തിലും നിറപറ അതിനൊരു സ്ഥാനം നൽകുന്നുവെന്നും വിപ്രോ പ്രസ്താവിച്ചു. വിപ്രോയുടെ ഏറ്റെടുക്കൽ നിറപറ ബ്രാൻഡിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും സ്ഥാപക കുടുംബമായ കർണൻസിൽ നിന്ന് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് മാറുന്നതിന് കാരണമായി. ഏറ്റെടുക്കലിന്റെ സാമ്പത്തിക വിശദാംശങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏറ്റെടുക്കലിനു ശേഷമുള്ള നിറപറയുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി അന്തിമ ഇടപാട് വില ഭാഗികമായി നിർണ്ണയിക്കപ്പെടുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ തുക 200 തൊട്ട് 250 കോടിയാകുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. നിറപറ ബ്രാൻഡിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായി ഈ തീരുമാനം മാറി. വിപ്രോയുടെ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് സജ്ജീകരണം പുതിയ നിക്ഷേപങ്ങളെയും മികച്ച മാനേജ്മെന്റിനെയും വിശാലമായ വിതരണ ശൃംഖലയെയും ആകർഷിക്കാൻ സാധ്യതയുണ്ട്. KKR ഗ്രൂപ്പിനും കർണൻ കുടുംബത്തിനും നിറപറ ബ്രാൻഡ് വിൽക്കുക എന്നതിനർത്ഥം വർഷങ്ങളായി അവർ വികസിപ്പിച്ചെടുത്ത പ്രധാന ഫുഡ് ബിസിനസ്സിൽ നിന്ന് പിന്മാറുക എന്നതായിരുന്നു.
വിൽപ്പനയ്ക്കുള്ള പ്രത്യേക കാരണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ബിസിനസ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, വിപ്രോ പോലുള്ള ഒരു വലിയ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന വളർച്ചയ്ക്കുള്ള അവസരം, അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ തുടങ്ങിയ ഘടനകൾ അവരുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കാം. ചോറ്റാനിക്കര ക്ഷേത്രം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. അവിടെ മകം തൊഴൽ വളരെ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അന്നേ ദിവസം ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തും. അവിടെ എന്റെ അമ്മയെ കൊണ്ടാക്കാൻ പോയപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഓണററി ശ്രീലങ്കൻ കോൺസുലേറ്റ് എന്ന ബോർഡ് വെച്ച് ഒരു ലക്ഷറി കാർ, വിദേശക്കാർ എന്തോ ആണ്, ഞാൻ കാണുകയുണ്ടായി. ഒരു VVIP അതിൽ കയറി പോകുന്നതും കണ്ടു. എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്തു നോക്കി. അപ്പോൾ കണ്ടതാരെയാ? മിസ്റ്റർ ബിജു കർണൻ. അതെ, ഓണററി ശ്രീലങ്കൻ കോൺസുൾ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആൾ തന്നെ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.